ചെറിയൊരു വിരുന്നേര് വന്നു പോയതിന് ശേഷമുള്ള കോലാട്ടം എൻ്റെ അടുക്കള. അത് സിനോജേട്ടൻ്റെ ഏട്ടനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോയതിന് ശേഷം വെള്ളയപ്പത്തിന് അരച്ച് വെച്ചു. പിന്നെ രാത്രിക്ക് ഉരുളൻകിഴങ്ങ് മറ്റേ ഇഷ്ടക്കറിയില്ലേ, ഗ്രീൻ പീസ്, അതൊക്കെ റെഡിയാക്കി വെച്ചു. വിളക്ക് വയ്ക്കാനുള്ള രീതിയിൽ അടിക്കലും കോരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടുപേരും മേലെ ഒഴിച്ചു വിളക്കൊക്കെ വെച്ചു ഉമ്മാർത്തിരിക്കുക. അമ്മയുടെ പൊന്നല്ലേ അമ്മയുടെ നടി കിട്ടിയ എവിടെ കിട്ടി കുട്ടീനെ സാരല്ല കേട്ടോ. നീ വെള്ളത്തിൽ കളിക്കോ? ബാത്റൂമിൽ കയറി വെള്ളത്തിൽ കളിക്കോ? കളിക്കോ? അമ്മയുടെ പൊന്നല്ലേ? അമ്മയുടെ ഫേവറേറ്റാ? പിന്നെ ആരാ അമ്മയുടെ ആരാ ഫേവറേറ്റ്? ചുട്ടൂന് ഫേവറേറ്റ്. അപ്പൊ അമ്മേനെ ഇഷ്ടല്ലാന്നല്ലേ? ഇതാര് തന്ന് മോന് ടോയ്? ആര് തന്ന്? അഭിച്ചേട്ടനാ വെല്ലിച്ച തന്നതല്ലേ അത്? അമ്മേനെ ഇഷ്ടണ്ടാ? ഞാൻ മണത്തിലേക്ക് പോട്ടെ, ചാവക്കടിക്ക് പോട്ടെ? എന്തേ നിനക്കെന്നെ ഇഷ്ടമില്ലല്ലോ? എത്ര ഇഷ്ടമുണ്ട്? ചുട്ടൂനോ 10 എനിക്ക് വീഴൂട്ടാ. സിനോജേട്ടനാണെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 7:15 ആയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. പിള്ളേർ രണ്ടുപേരും വരവേറ്റിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ പിറ്റേ ദിവസത്തേക്ക് ചെമ്മീനൊക്കെ ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ അബി വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അബി എന്ന് പറഞ്ഞാൽ സിനോജേട്ടൻ്റെ പെങ്ങടെ മോനാണ് കേട്ടോ. ഇത് പെങ്ങടെ മോളാണ്. അപ്പോൾ അവൾ ചിക്കൻ റോളൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചെയ്യണത് വെല്ലിച്ചൻ, അതായത് സിനോജേട്ടൻ്റെ ചേട്ടൻ കൊടുന്ന ടോയ്സ് കാണിക്കുകയാണ് കേട്ടോ. അവന് കൊടുക്കുന്നത് കാറായിരുന്നു ടുട്ടോന്. അപ്പോൾ അത് വർക്ക് ചെയ്യണില്ല, ചേട്ടൻ എന്തെങ്കിലും ചെയ്തതായോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ബുള്ളറ്റൊക്കെ കൊടുന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒരു റൈഡ് പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാടനപ്പള്ളി ബീച്ചിൽ പോകാമെന്ന് നിന്നു. ഞാനും ടുട്ടും അബിയും കൂടെ ഒരു വണ്ടിയുമായിട്ടൊക്കെ കയറിയത്. ഞാൻ കുഞ്ഞാൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ വാടനപ്പള്ളി ബീച്ചിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു വണ്ടിയുമേലും അവരൊരു വണ്ടിയുമേലായിട്ട് വന്നു. ഇവിടെ മറ്റേ ബൺ ബൈറ്റ്സും ഒക്കെ നല്ല അടിപൊളി കേട്ടോ. കടൽമുറ്റം ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അതിനിവിടെ വന്നപ്പോൾ കുട്ടൂനെ ഊഞ്ഞാലിറന്ന് പറഞ്ഞിട്ട് ഓടി. കൊച്ചാപ്പിക്കാണെങ്കിൽ ഊഞ്ഞാലാടാൻ കുറച്ച് പേടി കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അവനങ്ങനെ നിർബന്ധിക്കുകയാണ്, വായി അവിടെ ഇരിക്കുക, ചേച്ചി ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിന്നെ ഞാൻ ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അബി വന്നപ്പോൾ ഭയങ്കര സ്പീഡാവുന്ന അവനറിയാം. അപ്പം വേഗം ഇറങ്ങി ഓടിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പ്ലാൻ മാറ്റി നമുക്ക് വേറെ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ടഷൻ കടവ് മറ്റേ ബാബേടൻ്റെ കടയിൽ പോയിട്ടോ. പക്ഷെ ഭയങ്കര ശോക ഫുഡായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ഫുഡായിരുന്നു. ഞാനിതിന് മുന്നോട്ട് കഴിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ ഇപ്പോൾ തൊട്ടെങ്കിൽ ഭയങ്കര മോശം ഫുഡ്. അങ്ങനെ ഇവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി.